സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ടോണർ പറഞ്ഞുതരാം. ഹോം മെയ്ഡായിട്ട് 100% നാച്ചുറലാണ്, 100% റിസൾട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ടോണറാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടോണർ, എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ അല്ലേ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അതായത് CTM. ഇതല്ലാതെ നമുക്ക് ഒരു സ്കിൻ കെയർ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് ക്ലെൻസറും അതുപോലെ തന്നെ ടോണർ ആൻഡ് മോയ്സ്ചറൈസർ എന്നുള്ളത്. ക്ലെൻസർ എന്താണ് ക്ലെൻസർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ക്ലെൻസർ ഉപയോഗിക്കുന്നത്. പല ആൾക്കാർക്കും ഇപ്പോഴും തെറ്റിദ്ധാരണയാണ് ക്ലെൻസർ എന്താണെന്നോ ഫേസ് വാഷ് എന്താണോ, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് പലർക്കും അറിയത്തില്ല. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർസസിനകത്ത് കയറി ഡീപ്പായിട്ട് ക്ലിയർ ചെയ്ത് വരുന്നു. അതേ സമയത്ത് നമുക്ക് ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ പുറമേ കാണുന്ന ലെയറാണ് ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഫേസ് വാഷ് ഒരിക്കലും ക്ലെൻസർ അല്ല, ക്ലെൻസർ ഒരിക്കലും ഫേസ് വാഷ് അല്ല, രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ക്ലെൻസർ നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ നിർബന്ധമായിട്ടും, അല്ലെ മോർണിംഗ് ആൻഡ് നൈറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോർസസ് എല്ലാം തന്നെ ഓപ്പണായി വരും. അതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് ടോണർ. ടോൺ ചെയ്യാതെ നമുക്കൊരിക്കലും മോയ്സ്ചറൈസർ, അതായത് ക്ലെൻസ് ചെയ്ത് ഫേസിൽ ടോൺ ചെയ്യാതെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും ടോണർ യൂസ് ചെയ്യുക. കാരണം നമ്മൾ സെൽസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട്. കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പല ആൾക്കാർക്ക് ഇപ്പോഴും ടോണർ എന്താണെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഇതിൻ്റെ ആവശ്യം എന്താണെന്നോ ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം, പലരും പറയും ഫേസ് വാഷ് ഇട്ട് ഫേസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതൊന്നും ഒരിക്കലും ക്ലെൻസിങ് ഇതല്ല. സോപ്പ് ഉപയോഗിക്കരുതെന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് എനിക്ക് മടുത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സോപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ അത് ഉപയോഗിച്ചുള്ള ദോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫേസ് വാഷ് നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ പുറമേ കാണുന്ന ലെയറാണ്. അപ്പോൾ അത് മാത്രം പോരാ, നമുക്ക് ഡീപ്പ് ക്ലീൻ വേണം നമ്മളുടെ സ്കിന്നിന്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ 2 നേരമെങ്കിലും ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടോണർ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ടോണർ. ടോണറിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്. അപ്പോൾ CTM എന്നുള്ളതാണ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോണർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ടോണറാണ്. അപ്പോൾ CTM ഇല്ലാതെ നമുക്കൊരിക്കലും നമ്മളുടെ സ്കിന്നിന് നമ്മൾ വിചാരിക്കും പോലെ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം, അല്ലെങ്കിൽ അൺഈവണൊക്കെ മാറണം, സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ടാൻ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയറാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ സ്കിൻ കെയർ ചെയ്യാത്ത ആർക്കും നിങ്ങൾ എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ശരി, ഞാൻ വീണ്ടും പറയുവാണ്, ഒരു രീതിയിലെ റിസൾട്ട് നിങ്ങൾക്ക് വരത്തില്ല. സ്കിൻ കെയർ പ്രോപ്പറാക്കിക്കൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ടായിരിക്കും. സ്കിൻ കെയർ ചെയ്യാത്ത ഒരാൾ ഡോക്ടേഴ്സിനെ കണ്ടാലും ശരി, എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും ശരി, നിങ്ങൾ എത്ര ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ, ഇനി എന്ത് വേണമെങ്കിൽ പീൽ ചെയ്തോളൂ, കെമിക്കൽ പീലിംഗ് എടുക്കുക, യെല്ലോ പീൽ എടുക്കുക, പല രീതിയിലുള്ള പീലിംഗ് മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം ചെയ്താലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ബേസാണ്. നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിലൊന്നാണ് സ്കിൻ കെയർ. സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളുടെ സ്കിന്ന് ഒരിക്കലും ഒരു ക്ലിയർ സ്കിന്നിലേക്കോ ഒരു സ്കിന്നിൽ പ്രശ്നമില്ലാതെയോ ഇരിക്കത്തില്ല. എന്ത് ക്രീം വാങ്ങിച്ച് നിങ്ങൾ തേച്ചാലും, ഏത് വിദേശത്ത് നിന്ന് ആരെന്ത് കൊണ്ടുവന്നാലും, ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, സ്കിൻ കെയർ ചെയ്യാത്തവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ 30 വയസ്സ് മുതൽ സ്കിൻ കെയർ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ 40 വയസ്സോ 50 വയസ്സോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിവ് വന്നതെങ്കിൽ ഈ സമയം മുതലെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഏജിനനുസരിച്ചുള്ള ഒരു സ്കിൻ കെയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതില്ലാതെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ടോണറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടോണർ എന്തിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് എന്താണ്, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ടോണർ റെഡിയാക്കാൻ പോകുന്നത്. 2 കപ്പ് വെള്ളം എടുക്കുക, പാൻ ചൂടാക്കുക, അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം
വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ചൂടായാൽ മതി. അതിലേക്ക് നമ്മൾ നമ്മളുടെ ഗ്രീൻ ടീ ഉണ്ടല്ലോ, ആ ബാഗ് അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ബാഗ് പൊട്ടിച്ചിട്ട് ഒരു 3 ബാഗ് എടുക്കുക. അതൊന്നും ഇതിലേക്ക് ഇടുക. then ഇത് നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇത് തിളപ്പിച്ച് 2 കപ്പ് വെള്ളം ഇത് നല്ല രീതിയിൽ വറ്റിയിട്ട് ഒരു 1/2 കപ്പിലേക്ക് എത്തണം. മനസ്സിലായോ? ചെറിയ ഇതിൽ വെച്ചാൽ മതി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഇതൊരു ഹാഫ് ഇതിലേക്ക്, അതായത് 1/2 കപ്പിലേക്ക് ആക്കി മാറ്റുക. എന്നതിന് ശേഷം നമ്മൾ തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലേക്ക് അകത്താക്കുക. അതിനുശേഷം നമുക്കതിനകത്ത് 2 to 3 ഡ്രോപ്പ് നമ്മളുടെ ടീ ട്രീ ഓയിൽ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമ്മളിത് ടോണർ ക്ലെൻസ് ചെയ്ത് ഫേസ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ടോണർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലാന്നിരിക്കുക. സ്പ്രേ ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററാണ് നമുക്ക് പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് സ്കിന്നിന് ഇതൊന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഫാനിൻ്റെ താഴെയൊക്കെ നിന്ന് ഒരു 30 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നല്ല ഇതാവും. ഇനി അതല്ല സ്പ്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈയുടെ ഇവിടെ കുറച്ച് ടോണർ ഇവിടെ എടുക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ടോണർ ഒരു കാരണവശാലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയല്ല ടോണർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടോണർ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും ടോണർ ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത ഫേസിലായിരിക്കണം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ചുമ്മാ ഫേസ് വാഷ് ചെയ്തിട്ട് ടോണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ടോണർ എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം കറക്റ്റ്. അപ്പോൾ ടീ ട്രീ ഓയിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ടീ ട്രീ ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ, അത് ക്ലിയർ ആയിട്ടുള്ള റോസ് വാട്ടർ എടുക്കുക. പല രീതിയിലുള്ള ടോണർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാവും. അത് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതൽ വരുമ്പോൾ നമ്മൾ സ്കിന്നിനെ ഡാമേജ് ആക്കും. അതുകൊണ്ട് നമ്മൾ ടോണർ ചൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതൊക്കെ നോക്കി വേണം നമ്മൾ മേടിക്കാനായിട്ട് കേട്ടോ. പ്രൊഡക്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ടീ ട്രീ ഓയിലാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതൊരു 3 ഡ്രോപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് വയ്ക്കുക. 7 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും നമുക്കിതൊരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ്. ഒരു എക്സ്പെൻസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഓപ്പൺ പോർട്സ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും ടീ ട്രീയുടെ. ഭയങ്കര ഓയിലി ഉള്ളവർ, ഓപ്പൺ പോർട്സ് ഉള്ളവർ അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാം. സ്കിൻ ടെക്സ്ചർ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു നാച്ചുറൽ ടോണറാണ് ഇത്. പക്ഷേ ക്ലെൻസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം സ്കിന്നിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കിൻ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് അറിയത്തില്ല, സ്കിൻ കെയർ എന്താണെന്നൊന്നും അറിയത്തില്ല, നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമുണ്ട്, ടാൻ ഉണ്ട്, അൺഈവൺ ആണ്, ഡ്രൈ ആണ്, ചുളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുവാണ്, ഇപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. നമ്മളിവിടെ ഒരു പേഴ്സണൽ ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. 3 മാസത്തേക്ക് നിങ്ങൾക്ക് സ്കിൻ കെയറിന് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സ്കിൻ കണ്ട് മനസ്സിലാക്കി വീഡിയോ കോൾ വഴി, ഓൺലൈൻ വഴി നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരും. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വീഡിയോ കോൾ വഴി കാണിച്ചു തരും. അങ്ങനെ 3 മാസം നമ്മൾ 3 പ്രാവശ്യമായിട്ട് നമ്മൾ വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനും ലൈഫ് ടൈമിലേക്ക് നമുക്കതൊരു റിസൾട്ടാക്കി കൊണ്ടുവരാനും പറ്റും. അല്ലാതെ ചുമ്മാ ഒരു ക്രീമോ എന്തെങ്കിലും ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ക്രീമൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് 10 ദിവസം കൊണ്ട് സ്കിൻ ക്ലിയറായി എന്നുള്ളതല്ല. അത് പിന്നീട് നമുക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് സൈഡ് എഫക്റ്റ് വരും. അങ്ങനെയല്ല, നമ്മളിവിടെ ഒരു ഹെൽത്തി സ്കിൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാരൻറ്റിയാണ് നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. 3 മാസത്തേക്ക് 5000 റുപ്പീസ് എനിക്ക് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു തരും. നമ്മളായിരിക്കും കറക്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ക്ലിയർ സ്കിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ടോണർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര റിസൾട്ടാണ്, എന്നിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.